ഒരു കേസിന് ഞാനില്ല. 10 വർഷം എൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചവളാ സമൃദ്ധ. ഒരു കോടതിക്ക് മുന്നിലും അവൾ അപമാനിക്കപ്പെടുന്നത് എനിക്ക് സഹിക്കില്ല. അമ്മ വെറുതെ ആവശ്യമില്ലാത്തെന്ന് ആലോചിച്ച് ടെൻഷനാവണ്ട. അർച്ചന എൻ്റെ അടുത്തുനിന്ന് മാറ്റിക്കൊണ്ടുപോയത് വിധിയാ. ആ വിധി തന്നെ അവളെയും കുഞ്ഞിനെയും എനിക്ക് തിരിച്ചു കൊണ്ടുതരും. അതിന് അവക്ക് ഓർമ്മ തിരിച്ചു കിട്ടണ്ടേ മോനെ? എത്ര നാളായിട്ട് നീ അവക്ക് വേണ്ടി കാത്തിരിക്കുക. ഇതിനൊരു അവസാനം വേണ്ടടാ. അമ്മേ, അർച്ചനയുടെ മനസ്സിൽ നിന്ന് നമ്മളൊക്കെ മാഞ്ഞു പോയെന്നുള്ളത് സത്യ. പക്ഷേ അത് തൽക്കാലത്തേക്ക് മാത്രമാ. മറവി എന്നത് ഓർക്കാതിരിക്കുക മാത്രമാണ്, അല്ലാതെ ഇല്ലാതാവുക എന്നതല്ല. നമ്മളൊക്കെ അവളുടെ മനസ്സിൽ തന്നെയുണ്ട്. ഒരു ദിവസം അവളുടെ മനസ്സിലെല്ലാം തെളിഞ്ഞു വരും. നിന്റെ മനസ്സിലെ ഈ വേദന അമ്മയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. വേദനയേക്കാൾ കൂടുതൽ എനിക്കിപ്പോൾ നല്ല പ്രതീക്ഷയുണ്ട്. നമ്മളെല്ലാം അവള് തിരിച്ചറിയുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നേ. ദൈവം എന്നെ അങ്ങനെ തോൽപ്പിക്കില്ലമ്മേ. ഇനി അഥവാ അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടാൻ താമസം വന്നാൽ ജീവിതകാലം മുഴുവൻ ഞാൻ കാത്തിരിക്കാനൊന്നും പോകുന്നില്ല. നിയമപരമായി തന്നെ അർച്ചനെ തിരിച്ചു കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. നിയമപരമായിട്ടോ? അതെ. കോടതിയിൽ എൻ്റെ ഭാര്യയും കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതിനെന്തായാലും ഒരു തീരുമാനം ഉണ്ടാവും. അമ്മയുടെ മോള് അമ്മയുടെ അടുത്തേക്ക് തന്നെ വരും. ലോകത്ത് എവിടെ കൊണ്ടുപോയി ചികിത്സിച്ചിട്ടായാലും അവളുടെ ഓർമ്മകളെ നമ്മൾ തിരികെ കൊണ്ടുവരും. പഴയ പോലെ നമ്മളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കും. തന്നെയും കാത്തു നിൽക്കുകയായിരുന്നു. ഗുരുദക്ഷിണ നന്നായിട്ടുണ്ട്. ഒരു കേസ് ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള എൻ്റെ ശിഷ്യയുടെ മിടുക്ക് ഞാൻ കണ്ടു. കൺഗ്രാറ്റ്സ്. സാറിനെ പരിഹസിക്കുകയാണോ? അല്ല, തൻ്റെ മിടുക്കിനെ അഭിനന്ദിച്ചതാ. നമ്മുടെ രണ്ടുപേരുടെയും പ്രൊഫഷൻ ഇതായി പോയില്ലേ സർ? നിയമത്തിന് മുന്നില് സങ്കടങ്ങൾക്കല്ലല്ലോ, തെളിവുകൾക്കും സാക്ഷികൾക്കുമല്ലേ പ്രാധാന്യം. താൻ പറഞ്ഞ സത്യമാ. കോടതിക്ക് വേണ്ടത് അത് തന്നെ. പക്ഷേ മാനുഷികമായ പരിഗണന എന്നൊരു കാര്യം കൂടിയുണ്ട് ഏത് കേസിലും.
അതിൻ്റെ ഒരു ആനുകൂല്യമെങ്കിലും എനിക്ക് തരാമായിരുന്നു. അല്പം കൂടി സാവകാശം, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. സാറ് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഒരു വക്കീല് തന്റെ കക്ഷിയോടല്ലേ ഏറ്റവും വലിയ മാനുഷികമായ പരിഗണന കാണിക്കേണ്ടത്? സച്ചിയുടെ അവസ്ഥ സാറും കൂടെ മനസ്സിലാക്കണം. എനിക്കറിയാം ആരതി. അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു കേസിന് ഞാനില്ല. 10 വർഷം എൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചവളാ സമൃദ്ധ. ഒരു കോടതിക്ക് മുന്നിലും അവൾ അപമാനിക്കപ്പെടുന്നത് എനിക്ക് സഹിക്കില്ല. കോടതി മുറികളിൽ തെളിവും സാക്ഷികളെയും നിർത്തി സമൃദ്ധയെ വേദനിപ്പിക്കാനോ വെട്ടിക്കീറാനോ ആരെയും ഞാൻ അനുവദിക്കില്ല. സമൃദ്ധയുടെ ആത്മാഭിമാനം എനിക്ക് മറ്റെന്തിനേക്കാളും വലുതാ. എന്നോട് യാത്ര പറഞ്ഞു പോകുമ്പോഴും അവൾ അഭിമാനത്തോടെ തന്നെ വേണം പോവാൻ. അതുകൊണ്ട് ഈ കേസിന്റെ അന്തിമ വിധി ഞാൻ ദൈവത്തിന് വിട്ടുകൊടുക്കാം. വർഷം എൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചവളാ സമൃദ്ധ. ഒരു കോടതിക്ക് മുന്നിലും അവൾ അപമാനിക്കപ്പെടുന്നത് എനിക്ക് സഹിക്കില്ല. സമൃദ്ധയുടെ ആത്മാഭിമാനം എനിക്ക് മറ്റെന്തിനേക്കാളും വലുതാ. എന്നോട് യാത്ര പറഞ്ഞു പോകുമ്പോഴും അവൾ അഭിമാനത്തോടെ തന്നെ വേണം പോവാൻ. അതുകൊണ്ട് ഈ കേസിന്റെ അന്തിമ വിധി ഞാൻ ദൈവത്തിന് വിട്ടുകൊടുക്കുക. വർഷം അർച്ചനയ്ക്ക് സ്നേഹവും സംരക്ഷണവും നൽകിയ ഞാൻ ഇപ്പോൾ അപരാധിയായിരിക്കുന്നു. കോടതിയിൽ എൻ്റെ സഹപ്രവർത്തകരുടെ മുൻപിൽ ഞാൻ കുറ്റവാളിയായി നിൽക്കണം. 100 ചോദ്യങ്ങൾ, സംശയങ്ങൾ, പരിഹാസം, കുറ്റപ്പെടുത്തൽ, അപമാനം എല്ലാം സഹിക്കേണ്ടി വരും. ഞാൻ ആഗ്രഹിച്ച ജീവിതവും എൻ്റെ കരിയറും കുടുംബവും എല്ലാം ഇതോടെ അവസാനിക്കും.